ഇന്ന് എടുക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ്. വില്യം ബ്രൂക്സ് കണ്ടക്ടഡ് എക്സ്പെരിമെന്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി അറ്റ് എ ഹൈ വോൾട്ടേജ്. വില്യം ബ്രൂക്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് നമ്മുടെ ഗീസ്ലർ ട്യൂബിൽ ഒരു എക്സ്പെരിമെന്റ് നടത്താണ്. എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഒരു ഹൈ വോൾട്ടേജിൽ കടത്തുകയാണ് ചെയ്യുന്നത്. വെൻ ദ ട്യൂബ് വാസ് ഇവാക്യുവേറ്റഡ് യൂസിങ് ദ വാക്യൂം പമ്പ്. ആ ട്യൂബ് അതിന്റെ പ്രഷർ ഡൗൺ ആക്കാണ് ചെയ്യുന്നത്. അത് വാക്യൂം പമ്പ് യൂസ് ചെയ്ത് ഡൗൺ ആക്കുകയും ചെയ്തു. സീൻ ദാറ്റ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ഇറ്റ് വെൻ എ പെർഫറേറ്റഡ് പോസിറ്റീവ് കോൾഡ് ആനോഡ്. ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിലുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പോസിറ്റീവ് സൈഡിലുള്ളത് ആനോഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്, നെഗറ്റീവ് സൈഡിലുള്ളത് കാഥോഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ആനോഡിൽ കുറേ ഹോളുകൾ ഇട്ടിട്ടുണ്ട് ഈ വില്യം ബ്രൂക്സ് എന്ന് പറയുന്ന ആൾ. അത് ഹോളിന്റെ പിന്നിലായിട്ട് കുറച്ച് സിങ്ക് സൾഫേറ്റ് പറ്റുന്നുണ്ട്. ആനോഡിന്റെ ബാക്കിലായിട്ടുള്ള ആ ഗ്ലാസ്സിൽ, ആ ടെസ്റ്റ് ട്യൂബിന്റെ ബാക്കിൽ ഒരു ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അതുമ്പോഴാണ് ഈ സിങ്ക് സൾഫേറ്റ് പറ്റുന്നത്. അപ്പോൾ ഈ കാഥോഡിൽ നിന്ന് വരുന്ന കുറച്ച് രശ്മികൾ അതുമ്പോൾ തട്ടി അവിടെ ഒരു ലൈറ്റ് ഗ്രീൻ ഗ്ലോ ഉണ്ടാകുന്നതാണ് ഈ പറയുന്നത്. എ ലൈറ്റ് ഗ്രീൻ ഗ്ലോ വാസ് ഒബ്സർവ്ഡ് ഓൺ ദ സിങ്ക് സൾഫേറ്റ് കോട്ട് ഗ്ലാസ് വാൾ ബിഹൈൻഡ് ഇറ്റ്. That glow is due to the emitted from the cathode. This rays came to be known as cathode rays. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഇതിലൊരു റേസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ് റേസ്. അപ്പോൾ നമുക്കിനി അതിനെ പറ്റി പഠിക്കാനുള്ളത് കാഥോഡ് റേസിന്റെ നെക്സ്റ്റ് ആയിട്ടുള്ള ഇതാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഥോഡ് റേസിന്റെ കുറച്ച് സവിശേഷതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോ ഓഫ് ഒപേക് ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് കാഥോഡ് റേസ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. കാഥോഡ് റേസിന് മുന്നിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒപേക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഷാഡോ കാണിക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാഥോഡ് റേസ് ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്നാണ് പറയുന്നത്. If a small paddle wheel is placed in the path of the cathode rays, it rotates. Thus, we can understand that particles in the cathode rays have mass. Particles inside the cathode rays have mass. അപ്പോൾ cathode raysന്റെ മാസ് ഉണ്ടെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാഡൽ വീൽ എന്ന് വെച്ചാൽ ചക്രം വെക്കുമ്പോൾ ആ ചക്രം തിരിയാനായിട്ട് തുടങ്ങും. അതിൽ നമുക്ക് മനസ്സിലാവുന്നത് കാഥോഡ് റേസിന് ഒരു മാസ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. When an electric field is applied on both sides of the ray, they are found to be attract towards the positive. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കാഥോഡ് റേസ് അട്രാക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ആണെന്നാണ്. അപ്പോൾ നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദിസ് വി ക്യാൻ ഇൻഫർ ദാറ്റ് കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും വരുമ്പോഴാണ് അട്രാക്ട് ചെയ്യുക. പോസിറ്റീവ് വന്നാൽ റിപ്പൽസ് അല്ല ചെയ്യാം. The path of cathode rays get deflected in the magnetic field also. ഇതേപോലെ തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനും ഇതേപോലെ തന്നെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. The properties of cathode rays do not change on changing the gas. ഈ പ്രോപ്പർട്ടീസുകൾ ഗ്യാസുകൾ മാറ്റുമ്പോൾ, ഇപ്പോൾ ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഗ്യാസുകൾ മാറ്റുമ്പോഴും ഇതൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. Such the tube or the metals with which electrodes are made. This indicates that the particle in the cathode rays are present in all subject. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാഥോഡ് റേസിന്റെ പാർട്ടിക്കിൾസ് എല്ലായിടത്തും പ്രസന്റ് ആണെന്നാണ് പറയുന്നത്. These particles are called electrons. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഈ പാർട്ടിക്കിൾ ഇലക്ട്രോൺസ് ആണെന്നാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ചിത്രങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ ഷാഡോ കാണിക്കുന്നതാണ് ഫസ്റ്റ് ചിത്രം. ഒരു പെഡൽ വീൽ പോലത്തെ സാധനമാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ ഷാഡോ ബിഹൈൻഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പെഡൽ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം കാഥോഡ് റേസിന് ആനോഡിലേക്ക് പോകുമ്പോഴാണ്. പിന്നെ കാഥോഡ് പോസിറ്റീവ് സൈഡിൽ അട്രാക്ട് ആവുന്നതും കാണാം. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമുക്കിനി പഠിക്കാനുള്ളത് പ്രോട്ടോൺ. In 1886, Eugen Goldstein, the German scientist, conducted discharge tube experiment with perforated cathode and the discovered rays known as canal rays. അപ്പോൾ 1886 യുഗൻ ഗോൾഡ്സ്റ്റൈൻ എന്ന് പറയുന്ന ജർമ്മൻ സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാണ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് തന്നെയാണ് ആൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഡിഫറൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
കാഥോഡ് റേസ് ഡിസ്കവർ ചെയ്യുമ്പോൾ നമ്മൾ ഹോൾ ഇട്ടത് ആനോഡിലാണ്. പക്ഷെ ഇത്തവണ നമ്മൾ ഇടാൻ പോകുന്നത് കാഥോഡിലാണ് ഹോൾ ഇട്ടിട്ട് അതിന്റെ ബാക്കിലായിരിക്കും നമ്മൾ സിങ്ക് സൾഫേറ്റ് പറ്റുന്നത്. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. Canal rays as the originated from the metal placed on at the positive side called anode. They were as anode rays. Anode rays എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ഈ റേസ് അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ഗ്ലോ കാഥോഡ് റേസിന് ഉണ്ടായ പോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ആനോഡ് റേസ് എന്നാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ വിളിക്കുന്നതാണ് കാഥോഡ് റേസ്, അല്ല കനാൽ റേസ് എന്നാണ് വിളിക്കുന്നത്. And identify the presence of positive charge in them. The behavior of these canal rays varies with the nature of gas. നമ്മൾ ഗ്യാസുകളുടെ നേച്ചർ വ്യത്യാസം വരുമ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടീസിലും വ്യത്യാസം വരുന്നതാണ്. The smallest and lightest positive particle in the canal rays were obtained when the discharge tube was filled with hydrogen. ഹൈഡ്രജൻ ഫിൽ ചെയ്തപ്പോഴാണ് ഏറ്റവും ചെറുതായതും ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ളതും ഒരു പോസിറ്റീവ് പാർട്ടിക്കിളിനെ നമ്മൾ അതിൽ കണ്ടത്. This subconic particle that made its proton. അതിൽ നിന്ന് നമുക്ക് കണ്ടെത്തിയത് പ്രോട്ടോണിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ അടുത്തതാണ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. ജേത തോംസൺ ആണ് ഈ മോഡലിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ മോഡൽസ് when the presence of negative particle were identified in an atom. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ തോംസൺ ആണ് ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്യുന്നത്. വില്യം ക്രൂക്സ് ആണ് എക്സ്പെരിമെന്റ് നടത്തുന്നതെങ്കിലും ജെ തോംസൺ ആണ് ഇലക്ട്രോൺസ് എന്ന് കണ്ടെത്തിയത്. അപ്പോൾ ആള് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജെ തോംസൺ പ്രൊപ്പോസ്ഡ് ഹിസ് പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ ജെ തോംസൺ ആണ് പ്രൊപ്പോസ്ഡ് ചെയ്തത്. മോഡൽ when the presence of negative charge, ആണല്ലോ നെഗറ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കണ്ടെത്തിയത്, called electron, were identified in atom. ആറ്റത്തിൽ അത് കണ്ടെത്തിയപ്പോൾ according to this model, negatively charged electrons are emerged in a positive charged sphere. ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു സ്പിയറിൽ അകത്ത് കുറച്ച് നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഇട്ടു എന്നാണ് പറയുന്നത്. And negative charges in the sphere will equal നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ആൻഡ് സോ ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പോൾ ആൾ പറയുന്നത് വെച്ചാൽ ആറ്റം ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ബട്ട് തോംസൺ മോഡൽ ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ റിസൾട്ട് ഓഫ് സെവറൽ എക്സ്പെരിമെന്റ്, ഹെൻസ് ദിസ് മോഡൽ വാസ് റിജക്റ്റഡ്. ഈ മോഡൽ റിജക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറെ പരീക്ഷണത്തിൽ ഫെയിൽ ആയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്ലം പുഡിംഗ് മോഡലിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ആൾ പറഞ്ഞിട്ടുള്ള ഒരു തിയറി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ്. In 1911, under the leadership of Rutherford, Hans Jenner and Einstein conducted experiment by bombarding alpha rays on a very thin gold foil. ആൽഫ റേസിനെ ഗോൾഡ് ഫോയിലേക്ക് ഇടുന്നതാണ്. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. കുറെ ആൽഫ റേസുകൾ എന്തായി സംഭവിച്ചത്, അതിലൂടെ പാസ് ആയി പോയി എന്നാണ് പറയുന്നത്. സം ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഫ്രം ദ സ്ട്രെയിറ്റ് ലൈൻ വെൻ ദേ ഹിറ്റ് ദ ഗോൾഡ് ഫോയിൽ. സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ, ചെറിയ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്തു, ആ ഗോൾഡ് ഫോയിൽ മട്ടുമ്പോൾ റിഫ്ലക്ട് ചെയ്തു ഇങ്ങനെ പോയി എന്നാണ് പറയുന്നത്. ബൗൺസ്ഡ് ബാക്ക്ഡ് ഡിഫ്ലക്റ്റഡ് ഇൻ 180 ഡിഗ്രിയിലാണ് ഇത് ബാക്ക് ചെയ്തത്. മെജോറിറ്റി ഓഫ് ദ ആൽഫ പാസ്ഡ് ത്രൂ ദ ഫോയിൽ. മെജോറിറ്റി ഓഫ് ദ ആൽഫ അതിൽ കൂടെയാണ് പോയെന്നാണ് പറയുന്നത്. മോസ്റ്റ് പാർട്ട് ഓഫ് ദ ആറ്റം വാസ് എംപ്റ്റി. ഇതിൽ നിന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പാർട്സ് ഓഫ് ആറ്റം എംപ്റ്റി ആണെന്നാണ് പറയുന്നത്. Some of the alpha particles got deflected by a small angle due to the repulsion caused when they passed by a positively charged region. This
inside the atom. ഇത് റിഫ്ലക്ട് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് കാരണം റിഫ്ലക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. The entire positive charge of an atom is concentrated in a very small volume at the center of the atom. ഇതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആറ്റത്തിന്റെ മിഡിലാണെന്നാണ് പറയുന്നത്. സ്മോൾ വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ ആറ്റം. ഇത് ഭയങ്കര ചെറുതാണെന്നാണ് പറയുന്നത് കമ്പയർ ടു ദ സൈസ് ഓഫ് ദ ആറ്റം. ആറ്റത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾസ് ഭയങ്കര ചെറുതാണെന്നാണ് പറയുന്നത്. ദ ആൽഫ പാർട്ടിക്കിൾ വിച്ച് ബൗൺസ് ബാക്ക് ദോസ് ദാറ്റ് വർ ഡയറക്റ്റഡ് ടു ദിസ് സെന്റർ. ഇതിലേക്ക് തന്നെ തിരിച്ചു വരാണ് ചെയ്തത്. അത് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് അട്രാക്ട് ചെയ്യുന്നത് ആ മിഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണെന്ന് പറയുന്നത്.